മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 5/4/1966 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചിത്തിരയാണ് നക്ഷത്രം. ചിത്തിര 1-ാം പാദം. സ്ത്രീ ജാതകമാണിത്. തുലാലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ, 2-ൽ കേതു, 3, 4 ഭാവങ്ങൾ ശൂന്യം, 5-ൽ ബുധൻ, ശനി, ശുക്രൻ, 6-ൽ സൂര്യൻ, കുജൻ, 7 ശൂന്യം, 8-ൽ രാഹു, 9-ൽ വ്യാഴം, 10, 11 ഭാവങ്ങൾ ശൂന്യം, 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അറ്റ് ദ പ്രസൻറ്റിൽ, അതായത് ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. എന്തുകൊണ്ടാണത് പറയാം. അതിനേക്കാൾ ഉപരിയായി ലഗ്നത്തിൽ ഗുളികൻ, അതുതന്നെ ഒരു രോഗിയായ രാജാവ് എന്ന് ആസ്ട്രോളജിക്കൽ തിയറി തന്നെ പറയുന്നുണ്ട്. രോഗങ്ങളുണ്ടാവും. ഇദ്ദേഹത്തിന് പണ്ട് കാലം തൊട്ട് തന്നെ ഷുഗർ പേഷ്യൻ്റാണ്. അതുപോലെ തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12-ൽ ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകൻ, മാതാവിൻ്റെ കാരകൻ, ദേഹസുഖത്തിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ 12-ൽ നിൽക്കുന്നു. വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ, ചന്ദ്രൻ ശനി കോമ്പിനേഷൻ, ചന്ദ്രൻ രാഹു കോമ്പിനേഷൻ, ചന്ദ്രൻ കേതു കോമ്പിനേഷൻ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് 12-ൽ നിൽക്കുന്ന ചന്ദ്രൻ, ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലഗ്നത്തിലാണ് ഗുളികൻ്റെ സ്ഥാനം. ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടിയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ലഗ്നാൽ 6 രോഗസ്ഥാനം. അവിടെ സൂര്യൻ, കുജൻ. എങ്ങനെയുള്ള കുജൻ? നവാംശത്തിലും കുജൻ്റെ സ്ഥാനം. അതേ രാശിയിൽ തന്നെയാണ് മീനത്തിൽ വർഗോത്തമം ചെയ്ത് ബലവാനായി നിൽക്കുന്ന കുജൻ. രോഗസ്ഥാനത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ചും ശത്രു സ്ഥാനം രോഗസ്ഥാനം 6, ആയുർസ്ഥാനം 8. ഈ 2 രാശികളിൽ നിൽക്കുന്ന ഏതൊരാളുടെയും 6-ലോ 8-ലോ കുജൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസുഖങ്ങളെ കരുതുക തന്നെ വേണം. കൃത്യമായിട്ടുള്ള വൈദ്യസഹായം തേടേണ്ടുന്ന സമയത്ത് അത് തേടി തന്നെ വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. 6-ൽ നിൽക്കുന്ന കുജനെയും 8-ൽ നിൽക്കുന്ന കുജനെയും ഏതൊരു ഗ്രഹനിലക്കാരും പ്രത്യേകം അസുഖ സംബന്ധമായിട്ടുള്ള, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക തന്നെ വേണം. സംശയമില്ല. 6-ാം ഭാവാധിപത്യം വഹിക്കുന്ന കുജൻ ചിലപ്പോൾ നീചത്തിലൊക്കെ വന്ന് നോക്കും. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗുളികനോടൊത്ത് നോക്കും. വളരെ ശ്രദ്ധിക്കണം. അസുഖങ്ങൾ ഒഴിഞ്ഞ നേരം കാണില്ല. ഒരുപാട് പേരങ്ങനെ വിളിക്കാറുണ്ട്. ഇവിടെ ലഗ്നാൽ 6-ൽ നിൽക്കുന്ന, രോഗസ്ഥാനത്ത് നിൽക്കുന്ന കുജനാണ്. നല്ലതല്ല. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് 2 വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാനം കൂടാണ് 2 എന്ന് പറയുമ്പോൾ. അവിടെ കേതു നിൽക്കുന്നു. രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടി, ഗുളികൻ്റെ 2-ാം ദൃഷ്ടി, ശനിയുടെ 10-ാം ദൃഷ്ടി. 2-ാം ഭാവാധിപൻ സൂര്യനോടൊത്ത് വർഗോത്തമം ചെയ്ത് നിൽക്കുന്നു. എന്ന് വച്ചാൽ ഈ വ്യക്തി രൂക്ഷമായ വാക്കുകൾ എതിരാളികളോട് പ്രയോഗിക്കും എന്ന് സാരം. ടോക്സിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ, മലീമസമായിട്ടുള്ള വാക്കുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഒരു മടിയും ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരാറില്ല. മാത്രവുമല്ല, ചന്ദ്രന് ഗുളികൻ്റെ ബന്ധം വന്നതോടുകൂടി തന്നെ ഒരു അസ്വസ്ഥത മനസ്സിന് എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഈ വ്യക്തിക്കുണ്ട്. സന്താനങ്ങളെ ഓർത്ത്, ഭർത്താവുമായിട്ടുള്ള ഓർത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അസ്വസ്ഥത കൂടപ്പുറപ്പായി തന്നെ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നിലവിൽ നേരിടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ലഗ്നത്തിലെ ഗുളികൻ ശനിദശ നടക്കുന്നു. 2026 വരെ ശനി. എന്ന് വെച്ചാൽ ശനിയുടെ അവസാനത്തെ അപഹാരം നടക്കുന്നു ഗുരുവിൻ്റെ. 2023 ഓഗസ്റ്റ് 31 തൊട്ട് 2026 മാർച്ച് 14-ാം തീയതി വരെ ശനിയിൽ ഗുരു. രോഗസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ തൻ്റെ 4-ാം ദൃഷ്ടി ഗുരുവിലേക്ക് നടത്തുന്നു. ആ ഗുരുവിൻ്റെ അപഹാരം ഇവിടെ നടക്കുന്നു. ഗുരു നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലുമാണ്, ബുധൻ്റെ ക്ഷേത്രത്തിൽ. ഗുരു ബുധൻ അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രോഗങ്ങൾക്ക്, അസുഖങ്ങൾക്ക് കാരണമാവുക തന്നെ ചെയ്യും. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ശനിയോടൊത്താണ്. അതുപോലെ തന്നെ ശനിദശ നടക്കുകയും ചെയ്യുന്നു. ഗുരുവിൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ 9-ലെ ഗുരു പൊതുവേ എല്ലാവർക്കും വളരെ നല്ലതൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങൾ, അതായത് ശനിദശ അതിൻ്റെ അവസാനത്തെ അപഹാരം, അതല്ലെങ്കിൽ രാഹുദശ അതിൻ്റെ അവസാനത്തെ അപഹാരം എന്നൊക്കെ പറയുമ്പോൾ അല്പം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇത് വളരെ
പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ലഗ്നാധിപനിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിൻ്റേതായ ഐശ്വര്യങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് തന്നെ ആ ഗ്രഹങ്ങൾ ആ പൊസിഷനിൽ നിൽക്കുന്നതായിട്ടുള്ള നെഗറ്റീവും നിൽക്കുന്നതിൻ്റേതായ നെഗറ്റീവും ആ വ്യക്തി അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. അതിനുശേഷമാണ് വ്യാഴം അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അനുകൂലത്തിലാവുകയും അല്ലെങ്കിൽ ആക്കുകയും ചെയ്യാറ്. പൊതുവെ ആദ്യമേ വ്യാഴം കയറി ഇടപെട്ട എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കുന്ന ഒരു ശീലം വ്യാഴം എന്ന ഗ്രഹത്തിന് ഒരു ഗ്രഹനിലയിലുമില്ല. അപൂർവമായി ചില സാഹചര്യങ്ങളിൽ വ്യാഴം അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ആ ഗ്രഹനിലയിൽ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കുജദശയിൽ ജനിച്ചു 73 വരെ കുജൻ, ശേഷം രാഹു 91 വരെ, ശേഷം ഗുരു 2007 വരെ, ശേഷം ശനി 2026 വരെ, ശേഷം ബുധൻ 2043 വരെ. അതിനുശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ശനിയിൽ ഗുരുവിൻ്റെ അപഹാരമാണ് 31/8/2023 തൊട്ട് നേരത്തെ പറഞ്ഞു 14/3/2026 വരെ ശനിദശയുടെ ഏറ്റവും അവസാനത്തെ അപഹാരം. അതിനുശേഷം ബുധദശയാണ്. ഇവിടെ രോഗം എന്ന് പറയുന്നത് ഒരു നിത്യസംഭവം തന്നെയാണ്. പ്രത്യേകിച്ചും ചന്ദ്രൻ 12 ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു, ലഗ്നാധിപൻ ശനിയോടൊത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ രോഗസ്ഥാനത്ത് വർഗോത്തമം ചെയ്ത് സൂര്യനോടൊത്ത് കുജൻ നിൽക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. പരിഹാരം ചെയ്യുന്ന വഴിക്ക് പൂർണ്ണമായും ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖം ഇല്ലാതാകും എന്നുള്ള ഒരു ആശ്വാസം കിട്ടും. തീർച്ചയായിട്ടും ഒരാശ്വാസം ആ വ്യക്തിക്ക് കിട്ടുക തന്നെ ചെയ്യും. അതാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് വളരെ ടഫായിട്ടുള്ള രീതിയിൽ രോഗസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക്, അത്തരം വ്യക്തികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഒരു പരിധിയിൽ കൂടാതെ നിർത്താൻ വേണ്ടി മാത്രമാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്. അസുഖത്തെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത്. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ 5-ൽ ബുധൻ, ശനി, ശുക്രൻ എന്ന് പറയുമ്പോൾ ശക്തിയായിട്ടുള്ളൊരു മനസ്സുണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു 2ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി കേതുവോടെ സ്വാഭാവികമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നത്. ശനിയുടെ 10ാം ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടി. അപ്പോൾ ശനിയുടെ ദൃഷ്ടിയും ഗുളികൻ്റെ ദൃഷ്ടിയും ഒരുമിച്ച് ലഗ്നാൽ 2ലേക്ക് ധനസ്ഥാനത്തേക്ക് വന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ധനനാശവും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് 7ലേക്ക് എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7 7ലേക്ക് ശനിയുടെ 3ാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ശനിയുടെ ദൃഷ്ടി വിടുത്തുമ്പോൾ നീച ദൃഷ്ടിയായി മാറും. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. ഈ വ്യക്തിക്ക് ഭർത്താവിനെ താരതമ്യേന നേരത്തെ എന്ന് വെച്ചാൽ നഷ്ടപ്പെടുകയുണ്ടായി. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 6ൽ നിൽക്കുന്നു. 7ലേക്ക് ശനിയുടെ ദൃഷ്ടി 3ാം ദൃഷ്ടി വരുന്നവിടേക്ക് രാഹുവിൻ്റെ 12ാം ദൃഷ്ടിയുണ്ട്. ഈ വ്യക്തിക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഗ്രഹനില സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചേർക്കേണ്ടുന്ന ഗ്രഹനിലകളുമായി തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എടുക്കേണ്ടുന്ന ലഗ്നങ്ങൾ എടുക്കേണ്ടുന്ന 7ാം ഭാവം കൃത്യമായി നോക്കുക, നാൾ കൃത്യമായി നോക്കുക, പൊരുത്തങ്ങളൊക്കെ കൃത്യമായി നോക്കുക. ഇതിലേതെങ്കിലും 1-2 കാര്യങ്ങൾ നോക്കിയിട്ട് എസ് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ധാരാളം അനുഭവങ്ങളുമായിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. കണ്ണിൽ കൊള്ളേണ്ടതിനെ പുരുകത്ത് കൊള്ളിച്ച് കളയാനുള്ള ഒരു അവസരം എല്ലാവർക്കും മുന്നിലുണ്ട്. കൃത്യമായിട്ട് പരിശോധന നടത്തിയ ശേഷം ചേരേണ്ടത് ചേർക്കുക, ഇല്ലാത്തതിനെ വിടുക. ചില ആളുകൾ പറയാറുണ്ട് ചേർത്താൽ മോശം ഉണ്ടാകുമെങ്കിലും ഞങ്ങളത് സഹിക്കാൻ തയ്യാറാണെന്ന്. അത്തരക്കാരെ സംബന്ധിച്ച് പ്രശ്നമില്ല, അത് ശരി തന്നെയാണ്. അത് അവരുടെ ഒരു നിലപാട് തന്നെയാണ്. ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അല്ലാത്തവരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു മോശം ഉണ്ടാകുമെങ്കിൽ അതിൽ ചാടാതെ പോകാനൊരു വഴിയുമുണ്ട് എങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.